നമസ്തേ, കഥകൾ അതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചതന്ത്ര കഥകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഞ്ചതന്ത്രം കഥകത്തിൽ വളരെ അവശനായി കിടന്നിരുന്നൊരു കാള ശുശ്രൂഷ കൊണ്ട് കാട്ടിൽ കിടന്നങ്ങോട്ട് വളർന്ന് നല്ല കരുത്തനും ശക്തനുമായി പിങ്കളൻ എന്ന സിംഹത്തിൻ്റെ മന്ത്രി വരെ ആയിരിക്കുകയാണ് ഇപ്പോൾ. ശരിയായ മന്ത്രിമാർ രണ്ട് കുറുക്കന്മാരാ, കരടകനും ദമനകനും. അവർക്കിത് സഹിക്കുമോ? ഈ സഞ്ജീവകൻ എന്ന സിംഹം, സഞ്ജീവകൻ എന്ന കാളക്കൂറ്റൻ പിങ്കളൻ എന്ന മൃഗരാജാവിൻ്റെ മന്ത്രിയായിരിക്കുന്നത് ഏത് വിധത്തിൽ ആ സിംഹത്തിനെയും കാളയും തമ്മിൽ തല്ലിക്കാൻ വഴി എന്ന് കരുതി ഇവർ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദമനകനാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്, എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആൾ. കരടകനുള്ളിലും അതൊക്കെ തന്നെയാണ് വിചാരം, പക്ഷെ അങ്ങോട്ട് പുറത്തൊക്കെ പറയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ അവർ പറഞ്ഞിരിക്കുക, സഞ്ജീവകനോട് പറയാണ്, ഈ രാജാവിനെ മറ്റും വിശ്വസിക്കരുത് കേട്ടോ, ഏത് നേരത്താ നിറം മാറുകയെന്ന് കൊടുത്തല്ലേ, എപ്പോഴാണ് തന്നെ പിടിച്ച് തിന്നാന്നറിയില്ല. തൻ്റെ ഈ കൊഴുത്ത ശരീരം കണ്ട് അദ്ദേഹം ഒരുപാട് നാളൊന്നും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നണില്ല എന്നിങ്ങനെ പറയാം. അപ്പം സഞ്ജീവകൻ പറഞ്ഞേ, അങ്ങനെ വരില്ല, എന്നോട് അദ്ദേഹം വളരെ സ്നേഹമായിട്ടാണല്ലോ പെരുമാറുന്നത്, ഞാൻ അദ്ദേഹത്തിനൊരു ഉപദ്രവം ഉണ്ടാക്കണമില്ല. അതൊക്കെ ശരി തന്നെയാണ്, പണ്ട് കാര്യമൊക്കെ അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ദുഷ്ടജനങ്ങളുമായിട്ടുള്ള സഹവാസം ജീവനാശത്തിന് വഴിയൊരുക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ എല്ലാ തവണ ഈ ദമനകനാണ് കഥ പറയൽ പതിവ്. ഇത്തവണ സഞ്ജീവകൻ പറഞ്ഞു, ഞാനൊരു കഥ പറയാം ഇന്ന്. അതായത് ദുഷ്ടന്മാരായ കുറുക്കന്മാർ, നിങ്ങളൊക്കെ ഉണ്ടല്ലോ കുറുക്കന്മാരെ, അവരുടെ മുഖത്തേക്ക് പറയാം, ഈ ദുഷ്ടന്മാരായ കുറുക്കന്മാർ, അതുപോലെ വ്യാഘ്രം എന്ന് പറഞ്ഞാൽ കരടിയും, പിന്നെ കുറേ കാക്കകളാണെങ്കിൽ സൂത്രശാലികളാണ്. ഇവരൊക്കെ കുറുക്കന് സൂത്രല്ലേ, നല്ല കൗശലത്തിൻ്റെ രാജാവാ കുറുക്കൻ. മറ്റുള്ളവരെയും കണ്ട ആപത്തിൽപ്പെടുത്തി സ്വയം രക്ഷപ്പെടാൻ ഏറ്റവും വിദഗ്ധമായ സൂത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളാണ് അവരാണ് കുറുക്കന്മാർ. കാക്കകളും സൂത്രശാലികളാണ്, കടുവകളാണെങ്കിൽ അതീവ സൂത്രശാലികൾ. ഇവർ മൂന്ന് പേര് പാവപ്പെട്ട ഒരൊട്ടകത്തിനെ കൊല്ലുണ്ടായി. സഞ്ജീവകൻ എന്ന കാള പറയണം, ആ ഒട്ടകത്തിനെ ഇവർ മൂന്ന് പേരും കൂടി കൊന്ന കഥ ഞാൻ ഇന്ന് നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് സഞ്ജീവകൻ എന്ന കൂറ്റൻ കാള ദമനകൻ എന്ന കുറുക്കന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. പണ്ട് കാട്ടിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് വെച്ചാൽ മൃഗങ്ങളുടെ രാജാവ്, സിംഹം. അദ്ദേഹത്തിൻ്റെ പേര് മധോൽക്കടൻ. ആളെങ്ങനെയെന്ന് വെച്ചാൽ നല്ല കയ്യായി, ഒരൊറ്റ ഗർജനം മദ്യം കെട്ട കാട് മുഴുവൻ ആ അലർച്ച കേട്ട മൃഗങ്ങളൊക്കെ പേടിച്ച് എത്ര ദൂരെയാണെങ്കിലും ഈ മധോൽക്കടൻ്റെ ആ ഗർജനം അങ്ങോട്ട് കേട്ടാൽ വെറുതെ കിടന്ന് ഓടും. ഇപ്പോൾ എൻ്റെ പുറകെ എന്ന് ഒരു തോന്നൽ എല്ലാ മൃഗങ്ങൾക്കുണ്ടോ. അവരൊക്കെ ജീവനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഈ പാച്ചിലിനിടയിൽ ഏതെങ്കിലും കണ്ട മൃഗങ്ങളെ കെട്ടിപ്പിടിച്ച് മധോൽക്കടൻ കൊന്നുകളയുകയും ചെയ്യും. കൊമ്മങ്ങളിടും, പിന്നെ സൗകര്യം പോലെ ഓരോന്നിനെ എടുത്തങ്ങോട്ട് തിന്നും. അങ്ങനെ മറ്റു മൃഗങ്ങളോടും പറയും. അതായത് കാട്ടിൽ ഇതുപോലെ സിംഹം രാജാവല്ലേ, മറ്റു പ്രജകളെയൊക്കെ സംരക്ഷിക്കണമല്ലോ, ഞാൻ ഇഷ്ടം പോലെ ഓടിച്ച് കൊന്നിട്ടിട്ടുണ്ട്, തിന്നോളൂ, സദ്യ നിങ്ങൾക്കും ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ആ മധോൽക്കടന് ഒരു വളരെ അഭിമാനിയാണ് കേട്ടോ ഈ മധോൽക്കടൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാക്കയും കുറുക്കനും വ്യാഘ്രവുമാണ് ഈ മധോൽക്കടൻ്റെ മന്ത്രിമാർ. സൂത്രശാലിയായ കാക്ക, വളരെ തന്ത്രശാലിയായ കടുവ, പിന്നെ പറയണ്ട കാക്കകളുടെ സൂത്രം നമുക്ക് കുറുക്കന്മാരുടെ സൂത്രം നമ്മൾ അറിയാത്തതുമല്ലല്ലോ. അപ്പോൾ കാക്കയും കുറുക്കനും കടുവയും മധോൽക്കടൻ്റെ മന്ത്രിമാരുണ്ട്. അവരൊരു ദിവസം കാട്ടിലിങ്ങനെ സഭ കൂടി രാജാവിൻ്റെ കാര്യം ഭരണകാര്യമൊക്കെ പറഞ്ഞു. അല്ലാണ്ട് ഇപ്പം ഈ മൃഗങ്ങളെ തിന്ന് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങാം, അത് കഴിഞ്ഞ് ഉറക്കം മതിയാകുമ്പോൾ എണീറ്റാൽ പിന്നെ വല്ലതും പറയണ്ടേ, ഈ കാര്യമൊക്കെയല്ലേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒട്ടകം ഇങ്ങനെ ആടി വളരെ രസകരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒട്ടകം
ഒട്ടകത്തിനോട് ഇതൊരു പുതിയ ആളാണല്ലോ എന്നിങ്ങനെ ഇവർ കരുതി. അവർ ഒട്ടകം വന്ന് ഇവരെ കണ്ടപ്പോൾ അവിടെ വളരെ ഭവ്യതയോടെ കാട്ടിൽ വെച്ച് കാണുന്ന സുഹൃത്തുക്കളെ പോലെ ചെന്നു. അപ്പോൾ ഈ ഒട്ടകം തൻ്റെ കഥ പറയാണ്. എന്താ കഥ എന്നോ, ഞാൻ ഒരു കച്ചവടക്കാരൻ്റെ ഭാരം ചുമന്നുകൊണ്ട് നടക്കലാണ്, ഈ ചുമന്നുകൊണ്ട് പോകലാണ് ഈ ഒട്ടകത്തിൻ്റെ ജോലി. അതിൽ മടുപ്പ് തോന്നി കുറേ കഴിഞ്ഞപ്പോൾ. ആദ്യമൊക്കെ നല്ല ഉത്സാഹമായിട്ട് കൂടുതൽ ഭാരങ്ങൾ ചുമന്നു. അപ്പോൾ ഇന്ന് 10 ചാക്കങ്ങൾ ഒട്ടകത്തിനെ പുറത്ത് വെച്ചപ്പോൾ അവൻ സുഖമായിട്ട് ഓടിക്കൊണ്ടു പോവാം. പിറ്റേ ദിവസം 12 കയറ്റി വെച്ചു. പിറ്റേ ദിവസം ഇങ്ങനെ ഈ കച്ചവടക്കാരൻ കൂടുതൽ ഭാരം ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റി വെച്ചിട്ട് തന്നെ കൊണ്ട് ചുമടെടുപ്പിക്കുക. അപ്പം തന്നെ ഒട്ടകത്തിന് ഒരു മടുപ്പ് വന്നു. അയ്യോ, ഇതിപ്പോൾ വയ്യാട്ടാവുകയാണല്ലോ, ഇത്രയേറെയൊക്കെ ഭാരം ചുമക്കണേ. എന്നാലും ഇപ്പം ഇതിന് ഈ ജോലിയിൽ നിന്നൊന്ന് രക്ഷപ്പെടണം, എന്താ വഴി? അങ്ങനെ തരം നോക്കി കാത്തിരുന്നിട്ട് ഒരു ദിവസം എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഭാരമൊക്കെ അവിടെ ഭാരം അങ്ങോട്ട് താഴ്ത്തിറക്കി വച്ച സ്ഥിതി വിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒട്ടകം ഓടിപ്പോയി ഭാരമൊക്കെ അവിടെ ഇട്ടിട്ട്. ചെന്നപ്പെട്ടതൊരു കാട്ടിലാണ്. ആ കാട്ടിൽ ചെന്നപ്പോൾ സിംഹത്തിൻ്റെ മുൻപിൽ ചെന്നപ്പെട്ടു. സിംഹത്തിനോട് ഉള്ള സങ്കടം പറഞ്ഞു. മഹാരാജാവേ, ഞാൻ പ്രണമിക്കുന്നു. ഞാനൊരു കച്ചവടക്കാരൻ്റെ ചുമട്ടുകാരനാണ്. എൻ്റെ പുറത്ത് ധാരാളം ഭാരം കയറ്റി വയ്ക്കാറുണ്ട്. ഞാനതൊക്കെ ചുമന്ന് കൊണ്ട് എത്തിക്കാറുണ്ട്. ദിവസേന ഇങ്ങനെ ഭാരം കൂട്ടി വരിക. എനിക്ക് എടുക്കാൻ പറ്റണില്ല, എനിക്ക് ചുമന്നുകൊണ്ട് പോവാൻ പറ്റണില്ല. മടുപ്പ് വന്നിട്ട് വയ്യാണ്ടായിട്ട് ഞാൻ ഓടിപ്പോകുന്നതാണ്. അങ്ങ് എനിക്ക് അഭയം തരണം കേട്ടോ. ഒട്ടകത്തിൻ്റെ ഈ അപേക്ഷ കേട്ടപ്പോൾ സിംഹത്തിന് തോന്നി, അയ്യോ പാവം, എത്ര ദിവസമായി ഈ ചുമന്ന് നടക്കണേ, ഒരു ദിവസം ഒഴിവില്ലല്ലോ, വിശ്രമമില്ലല്ലോ. അതുകൊണ്ട് സിംഹം, മതോൽക്കടൻ എന്ന് പറയുന്ന സിംഹം ഒട്ടകത്തിന് അഭയം കൊടുത്തു. ഒട്ടകത്തിനൊരു പേരും കൊടുത്തു. ആ പേരാണ് കഥനകൻ. കഥനകൻ എന്ന ഒട്ടകവും മതോൽക്കടൻ എന്ന രാജാവും മൃഗരാജാവും തമ്മിൽ അങ്ങനെ നല്ല കൂട്ടായി. അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അവർ വളരെ സൗഹൃദമായിട്ട്. ഒട്ടകത്തിന് ഭക്ഷണം എന്ന് പറയുന്നത് ഈ പുൽപ്പടർപ്പോ വള്ളികളോ ഇലകളോ കായ്കളോ കനികളോ അതൊക്കെ മതിയല്ലോ. മാംസഭക്ഷണമൊന്നും ഒട്ടകം കഴിക്കില്ല. പക്ഷെ മൃഗരാജാവായ മതോൽക്കടൻ അങ്ങനെയല്ല. നല്ല മൃഗങ്ങളെയൊക്കെ ഓടിച്ചിട്ട് കൊന്ന് നല്ല മാംസം, പച്ച മാംസമാണ് വേണ്ടത് മതോൽക്കടന്. മറ്റു മന്ത്രിമാർക്കോ കുറുക്കന് കോഴിയെ കിട്ടിയേ കൊള്ളാം. കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂടില്ല എന്നല്ലേ പറയുക. അങ്ങനെ കുറുക്കന് വേണം മാംസം. കാക്കയ്ക്ക് എന്ത് കണ്ടാലും കൊത്തി കീറി കണ്ട പുഴുക്കളെയും പാറ്റയും ഇതും ചത്തതും ചീഞ്ഞതും ഒക്കെ മാംസം തന്നെ വേണം കാക്കയ്ക്ക്. കരടിക്ക് പിന്നെ പറയാനുണ്ടോ, എന്ത് കിട്ടിയാലും കടിച്ച് പറിച്ച് ജീവനോടെ കിട്ടിയാലും ചത്തട്ട് കിട്ടിയാലും മാംസം തന്നെ വേണം. അപ്പോൾ അവർക്കും സിംഹത്തിൻ്റെ പ്രജകളായ ഈ മന്ത്രിമാർക്കും ഒക്കെ നായാട്ട് കഴിഞ്ഞാൽ സിംഹം ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കും. കാരണം കൊന്നിട്ട് കൊടുത്താൽ മതി, അവർ സുഖമായിട്ട് നിന്നുള്ളൂ. അവർ രാജാവ് 2 ജയ് വിളിക്കും. മതോൽക്കടൻ വിജയിക്കട്ടെ, ഒരു ബുദ്ധിമുട്ട് കൂടാണ്ട് സുഖമായ സദ്യയല്ലേ. അങ്ങനെ ഇരിക്കെ ഇത് കഴിഞ്ഞപ്പോൾ സിംഹത്തിന് ഒരു ദിവസം തോന്നി. സിംഹം പറഞ്ഞു, ഇതാ പോവാൻ വയ്യ, ഇന്ന് കാടിളക്കി നായാട്ടൊന്നുമില്ല, ഇന്ന് മൃഗങ്ങളെയൊന്നും ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലണില്ല, എനിക്ക് വയ്യ. അതുകൊണ്ട് മന്ത്രിമാരെയൊക്കെ വിളിച്ചു. കാക്കയെ വിളിച്ചു, കുറുക്കനെ വിളിച്ചു, വ്യാഘ്രത്തെ വിളിച്ചു, കരടിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഓടാനും ചാടാനും ഒക്കെ വയ്യാണ്ടായേക്കണം, പ്രായമായി. അതുകൊണ്ട് എനിക്കുള്ള ഭക്ഷണം നിങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച് മൃഗങ്ങളെ കൊണ്ട് എൻ്റെ മുമ്പേ കൊണ്ടുവരണം, എനിക്ക് എന്നിട്ട് വേണം കഴിക്കാൻ എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ കഥനകൻ എന്ന ഒട്ടകത്തിനോടും പറഞ്ഞു, താനും പോയി കഴിച്ചോളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 4 പേരും കൂടിയിട്ട് കാട്ടിൽ മൃഗരാജാവിന് ഭക്ഷണം ശേഖരിക്കാനും, അതോടൊപ്പം മൃഗരാജ ഒന്ന് പറഞ്ഞിട്ട്, എനിക്കുള്ളത് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി, നിങ്ങൾ കിട്ടുമ്പോൾ കഴിച്ചോളൂ എന്നും പറഞ്ഞു. കുറേ നേരം നോക്കിയിട്ട് ഇവർക്ക് കാണുന്ന ഈ പച്ച തലപ്പൊക്കെ കാണുമ്പോൾ, പഴങ്ങൾ കാണുമ്പോൾ, വള്ളികൾ കാണുമ്പോൾ, മുള്ളുകൾ കാണുമ്പോഴൊക്കെ ഒട്ടകം കുറേശ്ശെ തിന്നാൻ തുടങ്ങി. ഒട്ടകത്തിൻ്റെ ഭക്ഷണം അതൊക്കെയാണ്. പക്ഷേ മൃഗങ്ങളെ ഒന്നും കിട്ടാഞ്ഞാൽ കാക്കയ്ക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ കൊത്തി വലിച്ച് തിന്നാൻ. കുറുക്കനാണെങ്കിൽ കടിച്ച് പറിച്ച് തിന്നണമെങ്കിൽ ഏതെങ്കിലും മൃഗത്തിനെ കിട്ടണ്ടേ, ഒന്നിനും കിട്ടില്ല. കരടിക്ക് ഇത്തിരി ഒന്നും പോരാ, ഇത്തിരി നല്ലോണം കഴിക്കണം മാംസം.
പക്ഷേ അതിനൊരു മൃഗത്തിനെ കിട്ടിയിട്ട് വേണ്ടേ കൊല്ലാൻ, കൊന്നു കിട്ടണ്ടേ, എന്നിട്ട് വേണമല്ലോ രാജാവിനും കൊണ്ട് കൊടുക്കണ്ടേ. ഇവർക്കൊന്നും കിട്ടിയില്ല. ഇവർ അങ്ങ് മാറിയിരുന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒട്ടകമാണെങ്കിൽ അപ്പം സുഖമായിട്ട് ഇങ്ങനെ വള്ളിയും പുള്ളിയൊക്കെ തിന്നുകൊണ്ട് നടക്കുക. ഇത് നല്ല കളിയായില്ല. കണ്ട, അവനൊരു കൂസലുമില്ല. മൃഗങ്ങളെ ഒന്നും നായാടി കിട്ടാത്തതുകൊണ്ട്, ഒരു മൃഗത്തിനെയും കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒട്ടകന്, ഈ കഥനകന് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടോ? ഒരു ദുഃഖമില്ല. അവൻ്റെ വയറ് ഇങ്ങനെ നിറഞ്ഞു വരിക. അവൻ കാണുന്ന പുല്ലും ഇലകളും കാടും പടലും ഒക്കെ തിന്ന് വയറ് നിറച്ചു. നമുക്കത് പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യുക, നമുക്കിപ്പോൾ ഒരു വഴിയില്ല. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താൽ നമ്മുടെ രാജാവിനോട് പറഞ്ഞാൽ, മതോൽക്കടനോട് അങ്ങോട്ട് പറയാം, ഇന്ന് ഈ ഒട്ടകത്തിനെ അങ്ങോട്ട് കൊന്നു തിന്നോളാൻ. അവൻ പുല്ലൊക്കെ തിന്ന് വയറ് നിറയ്ക്കട്ടെ, നമുക്ക് തിരിച്ചു പോകാനൊന്നും കിട്ടിയില്ലെന്ന്. അവിടെ ചെന്ന് സ്വകാര്യമായിട്ട് ഈ ഒട്ടകത്തിനെ തിന്ന് വയറ് നിറയ്ക്കട്ടെ, അങ്ങനെയാവാം എന്ന് കരുതി. അപ്പോൾ ഒട്ടകത്തിനോട് പോവാ, നമുക്ക് തിരിച്ചു പോവാ എന്ന് പറഞ്ഞ് തിരിച്ചു ചെന്നു. ഒട്ടകത്തിൻ്റെ മുമ്പിൽ ചെന്നു. ഒട്ടകത്തിനെയും കൂട്ടി വിളിച്ച് സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്നു. വെറും കൈയോടെ വരണ തൻ്റെ മന്ത്രിമാരെയൊക്കെ കണ്ടപ്പോൾ സിംഹം പറഞ്ഞു, അയ്യോ എനിക്ക് വിശന്നിട്ട് യാതൊരു നിവർത്തിയില്ല, നിങ്ങൾ വെറും കൈയോടെ വന്നേക്കണേ. അപ്പം എനിക്കിനിയിപ്പോൾ ഭക്ഷണത്തിന് ഞാൻ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലാനൊന്നും വയ്യാന്ന്. നിങ്ങളിങ്ങനെയല്ലോ, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു സ്വാമി, പക്ഷെ എന്താ ചെയ്യണേ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഒരു മൃഗത്തിനെ പിടിക്കാൻ പറ്റിയില്ല നമുക്ക്. അപ്പം ഞങ്ങൾ തമ്മിൽ ആലോചിച്ചപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കഴിച്ചു കിട്ടാം, ഞങ്ങൾക്ക് ഒരു കാര്യം തോന്നുക മനസ്സിൽ, പറയട്ടെ, അങ്ങോട്ട് പറയട്ടെ, പേടിയാവുകൊണ്ട് പറയാൻ. എന്നാലും ഇങ്ങനെ പറയാണ്ടിരുന്നാൽ ഇങ്ങനെ അറിയില്ലല്ലോ, വേറെ നമുക്ക് ഭക്ഷണം കഴിക്കാണ്ട് പറ്റുമോ? അങ്ങാണെങ്കിലും ഒന്നും കഴിച്ചിട്ടില്ല, ഞങ്ങളും കഴിച്ചിട്ടില്ല, ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം പറയാം എന്ന് പറഞ്ഞു. എന്നാ പറയൂ, എന്താ? ഭക്ഷണത്തിനുള്ള വഴിയായിരിക്കണം, വേറെ കാര്യങ്ങളോ രാജകാര്യമൊന്നുമല്ല. അതെ, ഭക്ഷണത്തിനൊരു വഴി കാണുന്നുണ്ട്, അത് അങ്ങയോട് പറയാൻ പോവാം. അങ്ങനെ മാറി നിന്നു. കാക്കത്തിരി ദൂരെ മാറി നിന്നു. കരടി ഇങ്ങോട്ടും ദൂരെ മാറി നിന്നു. കടുവ, കരടി. കുറുക്കൻ ഒരുമാതിരി അങ്ങോട്ട് ധൈര്യപ്പെട്ട് മതോൽക്കടൻ്റെ മുമ്പിൽ ചെന്നിട്ട്, നമുക്ക് ഇന്ന് ഈ ഒട്ടകത്തിനെ അങ്ങോട്ട് കടിച്ച് പറിച്ച് തിന്നാലോ, അവന് നല്ല കണ്ടു തരിക ഒക്കെ ഇല്ലേ, ഈ ഒട്ടകത്തിനെ അങ്ങോട്ട് തിന്നാലോ എന്ന് പറഞ്ഞു സിംഹത്തിൻ്റെ ചെവിയിൽ. സിംഹത്ത് കേട്ടൊഴിക്ക്, ഛേ തയ്യെ പറയണേ, ഞാൻ മൃഗരാജാവ്, എൻ്റെ അടുത്ത് അഭയം ചോദിച്ചു വന്നാണ് ഈ കഥനകൻ എന്ന ഈ ഒട്ടകം. ആ ഒട്ടകത്തിനെ നമ്മൾ ഒരവസരം വരുമ്പോൾ കൊന്നു തിന്നെ. എന്തൊരു മഹാഭാവ അത്. അത് വേണ്ട, ഒട്ടകത്തിനെ നമുക്ക് തിന്നണ്ട. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഞാൻ എന്നൊരു കാര്യം ചെയ്യാം. അപ്പം ഇവിടെ ബുദ്ധി ഒട്ടകത്തിനെ കൊല്ലുന്നതിനോട് മൃഗരാജാവിന് യോജിപ്പില്ല എന്ന് മനസ്സിലായില്ല. ഉടൻ തന്നെ അവരൊരു സൂത്രം പ്രയോഗിച്ചു. കാക്ക പറഞ്ഞു, വേഗം പറന്നങ്ങോട്ട് ചാടി വന്ന്, തിരുമനസ്സേ, അങ്ങനെ വിശന്നിരിക്കണ കാണുമ്പോൾ എനിക്ക് സങ്കടമാവണു, എനിക്ക് വിഷമാവണു, അങ്ങയുടെ കണ്ണൊക്കെ കുഴിഞ്ഞു പോയി, അങ്ങക്ക് വിശന്ന് സഹിക്കാൻ പറ്റാണ്ടായില്ലേ, അങ്ങ് എന്നെ അങ്ങോട്ട് കൊന്നു തിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സിംഹം നോക്കി, നിന്നെ കൊന്നു തിന്നെ, അതിന് നിൻ്റെ ശരീരത്തിൽ വല്ല മാംസമുണ്ടോ? നിന്നെ കൊന്നാൽ എന്താവും? എനിക്ക് ഒരു വയ്യാവില്ല, നിന്നൊന്നും ഞാൻ കൊല്ലില്ല, എനിക്കൊന്നും ആവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഉടൻ തന്നെ കുറുക്കൻ പറഞ്ഞു, എന്നാൽ എന്നെ അങ്ങ് കൊന്നു തിന്നു, അങ്ങയുടെ വിശപ്പ് മാറട്ടെ, അങ്ങ് വിശന്നിരിക്കണത് എനിക്ക് വലിയ സങ്കടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ പറഞ്ഞു, ഓ നിൻ്റെ കാര്യം കണക്ക് തന്നെ, എത്രയുണ്ട് ശരീരത്തിൽ? എൻ്റെ ഒരു ഭാഗത്തേക്ക്, വയറിൻ്റെ ഒരു ഭാഗത്തേക്ക് പോലും ആവില്ല, മാംസമൊന്നും ഇല്ലടാ നിൻ്റെ ശരീരത്തിൽ, പിന്നെ ഞാൻ എന്തുതാ തിന്നണേ, നീ പോ എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞ് കുറുക്കനെ പറഞ്ഞു. ഉടൻ തന്നെ കരടി വന്ന് പറഞ്ഞു, അങ്ങ് എന്നെ കൊന്നു തിന്നോളൂ, അങ്ങ് വിശന്നിരിക്കല്ലേ, എനിക്കതാ സങ്കടം എന്ന് പറഞ്ഞു. അപ്പോൾ സിംഹം പറഞ്ഞു, കാര്യം ശരിയാണ്, നിന്നെ കണ്ട കുറച്ച് മാംസമൊക്കെ ഉണ്ട്, എനിക്ക് വയറ് നിറയാൻ പാകത്തിനുള്ള മാംസമുണ്ട് നിൻ്റെ ശരീരം, നിന്നെ കൊന്നു തിന്നാമായിരുന്നു, പക്ഷെ ഒരു കാര്യമാണ് കുഴപ്പം, നിൻ്റെ മാംസത്തിനൊരു വക സ്വാദുമില്ല. എന്തെങ്കിലും ഒരു സ്വാദ് വേണ്ടേ ഭക്ഷണത്തിന്? ഒരു വക സ്വാദുമില്ലാത്ത നിൻ്റെ മാംസം എനിക്ക് വേണ്ട, മാറിപ്പോ എന്നും പറഞ്ഞ് കരടിയെ കടുവയെ മാറ്റി നിർത്തി. അപ്പം അങ്ങനെ പിന്നെ ഇനി ബാക്കിയുള്ളത് ഈ കഥനകൻ എന്ന ഒട്ടകമാണ്. ഒട്ടകൻ എന്ത് പറഞ്ഞു?
ഒട്ടനൊന്ന് ആലോചിച്ചു. കാക്കയുടെയും പോരാ, കുറുക്കൻ്റെയും പോരാ, കരടിയുടെ അല്ലെങ്കിൽ കടുവയുടെ ആണെങ്കിൽ, വ്യാഘ്രത്തിൻ്റെ ആണെങ്കിൽ ഒട്ട് രുചിയുമില്ല. പിന്നെ ഇവരൊക്കെ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞില്ലേ തൻ്റെ രാജാവിനോട്. താനും അങ്ങനെയൊന്നും പറയേണ്ടതല്ലേ? അതല്ലേ ഒരു മര്യാദ. തനിക്ക് അഭയം തന്ന് സംരക്ഷിച്ച രാജാവല്ലേ? ഒട്ടകം പതുക്കെ വന്ന് മഹാരാജാവേ, അങ്ങക്ക് തൃപ്തിയാകുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നോളൂ എന്നൊന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് പറഞ്ഞ് കഴിഞ്ഞില്ല. കൊട്ടത്താനൊരൊറ്റ ചാട്ടാണ് കടുവ. ആദ്യം ഒട്ടകത്തെ അങ്ങോട്ട് അമർത്തി പിടിച്ചു. പിന്നാലെ കാക്ക, പിന്നാലെ കുറുക്കൻ. ഇവർ 3 പേരും ഒരേ ഭാഗം ഒട്ടകത്തിൻ്റെ തിന്നാൻ തുടങ്ങിയപ്പോൾ സിംഹം വിചാരിച്ചു, ഞാനിപ്പോൾ നോക്കിയിരുന്നിട്ട് എന്താ വേണ്ടേ? കാര്യം ഞാൻ അഭയം കൊടുത്തതാണ്. സിംഹവും ആ ഒട്ടകത്തിൻ്റെ മാംസം അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തുണ്ടായി? എന്താ പറ്റിയപ്പോൾ? മറ്റുള്ളവർ പറയണതനുസരിച്ച് നീങ്ങി നിന്നിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ട ഒട്ടകത്തിനെ അവരങ്ങോട്ട് കൊന്നു തിന്നു. അതാണ് ഒട്ടകം ആപത്തിൽപ്പെട്ടു. അതാണ് ഈ കഥ. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കാതെ, ഇവിടെ ഒട്ടകത്തിനൊരു അബദ്ധം പറ്റി. മറ്റുള്ളവരൊക്കെ കൊന്നു തിന്നോളൂ എന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം കൂടി എന്നെ കൊന്നോളൂ എന്ന് പറയാനായിട്ട് പോകണ്ടായിരുന്നു. അങ്ങനെ പോയതുകൊണ്ടാണ് ഒട്ടകത്തിൻ്റെ ജീവനും പോയി. അവിടെയാണ് മിത്രഭേദം എന്ന ആ പഞ്ചതന്ത്രത്തിലെ തന്ത്രം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് ഈ കഥ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത് ഇതിനെ തുടർന്നും മറ്റു കഥകൾ വരുന്നതാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ ചാനൽ വഴി ഈ കഥകൾ വലിയവർക്കും മനസ്സിലാക്കാം, കുട്ടികൾക്കും മനസ്സിലാക്കാം. ഒരു 10 മിനിറ്റ് സമയം ഈ ചാനലിൽ ഈ കഥകൾ കേൾക്കാനായിട്ട് ചിലവഴിക്കും. നിങ്ങളുടെ മാലതി ചേച്ചിയല്ലേ?